ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസിനെ പറ്റിയിട്ടാണ്. സോ എന്താണ് നമ്മൾ ഈ റീജിയണൽ ഡിവിഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹിമാലയത്തിനെ മൊത്തത്തിൽ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിമാലയാസിനെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് നമ്മൾ റീജിയണൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ റീജിയണൽ ഡിവിഷൻ്റെ ബേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവറുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നദികൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന ഹിമാലയത്തിൽ നിന്ന് ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഈ നദികൾ ഈ മൗണ്ടൻസിനിടയിലൂടെ കട്ട് ചെയ്താണ് പോകുന്നത് അല്ലേ. അപ്പോൾ അതിനിടയിൽ എന്തുണ്ടാവും, ഗോർജസ് അല്ലെങ്കിൽ ചുരങ്ങൾ പോലത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ പറയുന്ന ചുരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നദികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഹിമാലയൻ മൗണ്ടൻസിനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിലാദ്യം വരുന്നത് ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് വിളിക്കും. അടുത്ത് വരുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മൾ സെൻട്രൽ ഹിമാലയ എന്നും ഈ ഒരു ഭാഗത്തിന് ഈസ്റ്റേൺ ഹിമാലയ എന്നിങ്ങനെ ഹിമാലയ മൗണ്ടൻസിനെ മൊത്തത്തിൽ നമ്മൾ മൂന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസിനകത്ത് 3 ഡിവിഷൻസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ് ഡിവിഷൻസ് എന്ന് പറയുന്നത്? വെസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിമാലയാസ്. അതിലിതാ ഇവിടെ വരുന്നത് വെസ്റ്റ്, നടുക്ക് വരുന്നത് സെൻട്രൽ, വലതുവശത്ത് വരുന്നത് ഈസ്റ്റേൺ എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ഡിവിഷൻസ് ഒക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് നദികൾ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് വരുന്ന വെസ്റ്റേൺ ഹിമാലയാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ ആദ്യം എടുക്കുന്ന നദി എന്ന് പറയുന്നത് ഇൻഡസ് ആണ്. കണ്ടോ, നിങ്ങളിവിടെ ഇൻഡസ് റിവർ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഇൻഡസ് റിവർ പോകുന്നത്. അപ്പോൾ ഈ ഇൻഡസ് റിവർ തൊട്ട്, ഈ പറയുന്ന ഇൻഡസ് റിവർ തൊട്ട് ഈ ഭാഗത്ത്, ഈ പറയുന്ന ഉത്തരാഖണ്ഡിൻ്റെ ഭാഗത്ത് കൂടെ ഒരു റിവർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ റിവറിൻ്റെ പേരാണ് കാളി റിവർ, അല്ലെങ്കിൽ നമുക്കതിനെ സരയൂ റിവർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ കാളി റിവർ അല്ലെങ്കിൽ സരയൂ റിവർ എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരാഖണ്ഡിൽ കൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട്. ഘാഗ്ര എന്നാണ് എൻ്റെ പേര്. ഓക്കെ, GHAGRA. ഈ ഘാഗ്ര റിവറിൻ്റെ ഒരു ട്രിബ്യൂട്ടറി ആണ് എന്ന് പറയുന്നത് കാളി അല്ലെങ്കിൽ സരയൂ. നമ്മൾ കാളി എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇൻഡസ് നദി തൊട്ട്, ഓക്കെ, ഇവിടെ വെസ്റ്റിൽ ഫ്ലോ ചെയ്യുന്ന ഇൻഡസ് നദി തൊട്ട് ഈ ഉത്തരാഖണ്ഡിന്റെ ഭാഗത്ത് ഫ്ലോ ചെയ്യുന്ന കാളി നദിക്കിടയിൽ വരുന്ന ഹിമാലയത്തിന്റെ ഭാഗത്തിന് നമുക്ക് വെസ്റ്റേൺ ഹിമാലയ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ കാളി നദി മുതൽ ഈ പറയുന്ന സിക്കിമിന്റെ ഈ ഒരു ഭാഗത്തൂടെ കാണുന്ന ടീസ്റ്റാ റിവർ, TWSTA, ടീസ്റ്റാ റിവർ, ഇതുവരെ വരുന്ന ഭാഗത്തിനാണ് നമ്മൾ സെൻട്രൽ ഹിമാലയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതോട്ടാണ്? കാളി നദി തൊട്ട് ടീസ്റ്റാ നദി വരെയാണ് എന്ത്, ഈ പറയുന്ന സെൻട്രൽ ഹിമാലയ, ബ്രഹ്മപുത്രയിലോട്ട് പോകും. ഇനി ടീസ്റ്റാ റിവർ തൊട്ട് ഇങ്ങറ്റത്തൊരു നദി പോകുന്നുണ്ട്. കണ്ടോ, ഇവിടുന്ന് ഉത്ഭവിച്ച് ഇങ്ങനെ കറങ്ങി പോകുന്ന നദി ഏതാണത്? ബ്രഹ്മപുത്ര. അപ്പോൾ ഈ ബ്രഹ്മപുത്ര വരെ വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ് എത്രയെണ്ണം? 3 എണ്ണം. ഏതൊക്കെയാണ് ഈ റീജിയണൽ ഡിവിഷൻസ്? ഞാൻ ഇത് ഫുൾ മാച്ച് ഒന്നുകൂടി പറയാം. ഏതൊക്കെയാണ് റീജിയണൽ ഡിവിഷൻസ് എന്ന് പറയുന്നത്? ഒന്ന് വെസ്റ്റേൺ ഹിമാലയാസ്, പിന്നൊന്ന് ഈ സെൻട്രൽ ഹിമാലയ, പിന്നൊന്ന് ഈസ്റ്റേൺ ഹിമാലയ. ഇവിടെ ഇൻഡസ് നദി തൊട്ട് കാളി നദി വരെ ഉള്ളത് വെസ്റ്റേൺ ഹിമാലയ. കാളി നദി തൊട്ട് ടീസ്റ്റാ നദി വരെ സെൻട്രൽ ഹിമാലയ. ടീസ്റ്റാ നദി തൊട്ട് ബ്രഹ്മപുത്ര വരെ വരുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയും. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഹിമാലയാസിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ വെസ്റ്റേൺ ഹിമാലയാസ്. അപ്പോൾ വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏതാണ്? ഇവിടുന്ന് ഒഴുകി പോകുന്ന ഈ പറയുന്ന ഇൻഡസ് നദി തൊട്ട് ഉത്തരാഖണ്ഡിൻ്റെ അവിടെ വരുന്ന കാളി നദി വരെ വരുന്ന ഭാഗമാണ് വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് സ്ട്രെച്ചസ് ഫ്രം ഇൻഡസ് റിവർ വാലി ടു ദ കാളി റിവർ വാലി. ഇതാണ് എന്ത്? വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കാശ്മീർ ഹിമാലയാസ്, ഹിമാചൽ ഹിമാലയാസ്, ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. ഇതൊക്കെയാണ് കാശ്മീർ ഹിമാലയാസ്, ഹിമാചൽ ഹിമാലയാസ്, ഉത്തരാഖണ്ഡ് ഹിമാലയാസ്.
ഈ വരുന്ന ഭാഗം ഈ ഒരു കളറിൽ കാണിച്ചിരിക്കുന്ന ജമ്മു കാശ്മീരിന്റെ ഭാഗത്ത് വരുന്നത് കാശ്മീർ ഹിമാലയാസ്, ഹിമാചൽ പ്രദേശിന്റെ ഭാഗത്ത് വരുന്നത് ഹിമാചൽ ഹിമാലയാസ്, ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിന്റെ ഭാഗത്ത് വരുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയാസ് എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെസ്റ്റേൺ ഹിമാലയാസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിൽ നമ്മൾ ഇന്ന് മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ആരെ പറ്റിയിട്ടാണ്? കാശ്മീർ ഹിമാലയാസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ റീജിയണൽ ഡിവിഷൻസ് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇതാണ് റീജിയണൽ ഡിവിഷൻസ് എന്ന് പറയുന്നത്: വെസ്റ്റ്, സെൻട്രൽ, ഈസ്റ്റ്. അതിനകത്ത് നമുക്ക് വെസ്റ്റേൺ ഹിമാലയാസ്, ഇൻഡസ് ടു കാളി, സെൻട്രൽ ഹിമാലയാസ്, കാളി ടു ടീസ്റ്റ, ഈസ്റ്റേൺ ഹിമാലയാസ്, ടീസ്റ്റ ടു ബ്രഹ്മപുത്ര. അതിൽ വരുന്ന വെസ്റ്റേൺ ഹിമാലയാസ്. വെസ്റ്റേൺ ഹിമാലയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ 3 ഡിവിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണത്? കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കാശ്മീർ ഹിമാലയാസിനെ പറ്റിയിട്ടാണ്. കാശ്മീർ ഹിമാലയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 3.5 ലക്ഷം സ്ക്വയർ കിലോമീറ്ററോളം ഏരിയയിൽ പരന്നു കിടക്കുന്ന ഒന്നാണ് നമ്മുടെ കാശ്മീർ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഏതാണ്ട് 700 കിലോമീറ്ററോളം ലെങ്ത്തും, ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 700 കിലോമീറ്ററോളം ലെങ്ത്തും 500 കിലോമീറ്ററോളം വിഡ്ത്തും വരുന്ന ഒരു ഭാഗമാണ് കാശ്മീർ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള 1-2 റേഞ്ചസ് ഇവിടെ വരുന്നുണ്ട്. ഏതൊക്കെയാണത്? കാരക്കോറം, ലഡാക്ക്, സാസ്കർ, പിന്നെ വരുന്ന ഒന്നാണ് പിർ പഞ്ചൽ റേഞ്ചസ്. എന്നിങ്ങനെ 3 മൗണ്ടൻ റേഞ്ചസ് ആണ് ഇവിടെ വരുന്നത്, കാശ്മീർ ഹിമാലയാസിൽ വരുന്നത്. ഏതൊക്കെയാണത്? കാരക്കോറം, രണ്ടാമത് വരുന്നത് ലഡാക്ക്, മൂന്നാമത് വരുന്നത് സാസ്കർ, പിന്നെ വരുന്നതാണ് ഇത് പിർ പഞ്ചൽ. ഓക്കെ, ദ ഇമ്പോർട്ടൻ്റ് മൗണ്ടൻ റേഞ്ചസ് ഓഫ് ദ കാശ്മീർ ഹിമാലയാസ് ആർ ഏതൊക്കെയാണ്? കാരക്കോറം, സാസ്കർ, ലഡാക്ക് ആൻഡ് പിർ പഞ്ചൽ. അതിനിടയിൽ തന്നെ എന്തും കൂടി ഉണ്ട്, നമ്മുടെ ഹിമാലയൻ സെൻട്രൽ, നമ്മുടെ ഗ്രേറ്റ് ഹിമാലയൻ റേഞ്ചസ് ഇതുവഴി പോകുന്നുണ്ട്. ഇതിലിപ്പോൾ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാരക്കോറം റേഞ്ചസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ കാരക്കോറം റേഞ്ചസിലാണ് എന്തുള്ളത്? ഇവിടെയാണ് പ്രത്യേക മൗണ്ടൻ അല്ലെങ്കിൽ ഫേമസ് മൗണ്ടൻ ഉള്ളത്. അതിൻ്റെ പേരാണ് മൗണ്ട് K2, അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ഗോഡ്വിൻ ഓസ്റ്റിൻ. പ്രത്യേകത എന്താണ്? 8611 മീറ്റർ ഉയരമുള്ള ഈ മൗണ്ടൻ എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് പീക്ക്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ഉയരം കൂടിയ മൗണ്ടൻ ആണ് ഏത്? നമ്മുടെ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. എവിടെയാണ് കാണപ്പെടുന്നത്? അത് നമ്മുടെ കാരക്കോറം, കളർ മാറിപ്പോയി അല്ലേ. അത് കാണപ്പെടുന്നത് എവിടെയാണ്? അത് നമ്മുടെ കാരക്കോറം റേഞ്ചസിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? കാശ്മീർ റേഞ്ചസ് ഏതാണ്ട് 3.5 ലക്ഷം സ്ക്വയർ കിലോമീറ്ററിലായിട്ട് 700 കിലോമീറ്ററോളം നീളവും 500 കിലോമീറ്ററോളം വീതിയിലും ഏതാണ്ട് 4 പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് ഉള്ളൊരു ഭാഗത്തിനെയാണ് നമ്മൾ കാശ്മീർ ഒരു റീജിയൻ അല്ലെ, ഇപ്പോൾ കാശ്മീർ ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന മൗണ്ടൻസ് കാരക്കോറം, ലഡാക്ക്, സാസ്കർ, പിർ പഞ്ചൽ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, മൗണ്ട് K2 എന്ന് പറയുന്ന ഗോഡ്വിൻ ഓസ്റ്റിൻ ലോകത്തിൽ 2ാമത്തെ ഉയരം കൂടിയ 8611 മീറ്റർ ഉയരം വരുന്ന മൗണ്ടൻ റേഞ്ച് സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ കാശ്മീർ ഹിമാലയാസിലാണ്. ഇവിടെ പിന്നീട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലേഷ്യറുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന മൗണ്ടൻസിൽ ഒരുപാട് നദികൾ ഫ്ലോ ചെയ്യുന്നുണ്ട്. നദികൾ മാത്രമല്ല, നദികളോടൊപ്പം ഇപ്പോൾ നദികൾ ഉണ്ടാവണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടി മുകളിലായിട്ടാണ് ഈ പടത്തിന് തൊട്ട് മുമ്പത്തെ ഫിഗറിൽ കാണിച്ചത്. ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്, ഈ ഒരു ഭാഗം ഇത്രയും ഭാഗത്തൊന്നല്ല, ഇവിടെ ചെറുതായിട്ട് ഒരു ഗ്ലേഷ്യർ ഉണ്ട്. ഈ ഗ്ലേഷ്യറിൻ്റെ പേരാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സിയാച്ചിൻ ഗ്ലേഷ്യർ. ഓക്കെ, ഏതാണ്? സിയാച്ചിൻ ഗ്ലേഷ്യർ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഗ്ലേഷ്യർ ആണ്. ഇത് മഞ്ഞ് ഗ്ലേഷ്യർ എന്ന് വെച്ചാൽ ഹിമാനി എന്ന് വെച്ചാൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു ഭാഗം. ഓക്കെ, ഐസ് പോലത്തെ ഭാഗം, ഐസ് മൂടിക്കിടക്കുന്ന ഭാഗം. ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ ഒക്കെ കാണപ്പെടുന്ന എവിടെയാണ്? സിയാച്ചിൻ ഗ്ലേഷ്യർ. അതുപോലെ അതിൻ്റെ കുറച്ചുകൂടി മുകളിലായിട്ട് കാണപ്പെടുന്ന ബാൽത്തോറോ ഗ്ലേഷ്യർ ഒക്കെ കാണപ്പെടുന്ന എവിടെയാണ്? കാശ്മീർ ഹിമാലയാസിലാണ്. ഈ സിയാച്ചിൻ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്, നമ്മുടെ ഏറ്റവും ഉയരം കൂടി യുദ്ധഭൂമിയാണ് ഇത് സിയാച്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ ഒക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? കാശ്മീർ ഹിമാലയാസിലാണ്.
കാരണം അതിൻ്റെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ ഇതുപോലത്തെ ഗ്ലേഷ്യറാണ് പ്രധാനമായിട്ടും നമ്മുടെ നദികൾക്ക് എന്ത് കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ഇതുവഴി ഫ്ലോ ചെയ്യുന്ന ഇൻഡസിനും അതുപോലെ ഇൻഡസിന് ട്രിബ്യൂട്ടറി ആയിട്ടുള്ള രവി, ജലം, അതുപോലെ ചിനാബിനൊക്കെ വെള്ളം കൊടുക്കുന്ന ഗ്ലേഷ്യർ ഏതെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്, ഈ സിയാച്ചിൻ ബോൾട്ടോറോ ഗ്ലേഷ്യർ ഒക്കെയാണ്. അപ്പോൾ അതും ഇവിടെ നമുക്ക് എടുത്ത് പറയേണ്ട കുറച്ച് പോയിന്റ്സ് ആണ്. ഇനി ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സെറ്റ് ഓഫ് കാര്യങ്ങൾ ഓരോ മൗണ്ടൻ റേഞ്ചസിലും ഉണ്ടോ ഇല്ലേ, ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പോകും. ഇപ്പോൾ നമ്മളിപ്പോൾ മൗണ്ടൻ എന്താണ്, എവിടെയാണ്, പ്രധാനപ്പെട്ട റേഞ്ചസ് പറഞ്ഞു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട മൗണ്ടൻ പാസുകളെ പറ്റിയാണ്. ഓക്കെ, എന്തിനെ പറ്റിയിട്ടാണ്? മൗണ്ടെയിൻ പാസ്. മൗണ്ടൻ പാസ് എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ ചുരങ്ങൾ എന്ന് പറയും. ഒരു വലിയ മൗണ്ടൻ ഇങ്ങനെ പോകുമ്പോൾ അതിനിടയിൽ കുറച്ച് ഭാഗം എന്ത് ചെയ്യും, ഇങ്ങനെ താഴ്ന്നിട്ടായിരിക്കും പോകുന്നത്. ഇതുവഴി നമ്മൾ റോഡൊക്കെ വെട്ടിയിട്ട് എന്ത് ചെയ്യും, യാത്ര ചെയ്യും. അതിനാണ് നമ്മൾ മൗണ്ടൻ പാസ് എന്ന് പറയും. അങ്ങനെ ഈ പറയുന്ന കാശ്മീർ ഹിമാലയാസിനകത്ത് പെർപഞ്ചൽ റേഞ്ചസ്, പെർപഞ്ചൽ എവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ കാണുന്ന പെർപഞ്ചൽ റേഞ്ചസ്. ഈ പെർപഞ്ചൽ റേഞ്ചസിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മൗണ്ടൻ പാസിന്റെ പേരാണ് ബനിഹാൽ പാസ് അല്ലെങ്കിൽ ബനിഹാൽ ചുരം എന്ന് പറയും. ഈ ബനിഹാൽ പാസിന്റെ ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ജമ്മുവിനെ കാശ്മീരുമായിട്ട് കണക്ട് ചെയ്യുന്ന മൗണ്ടൻ പാസ് ഏതെന്ന് ചോദിച്ചാൽ അത് ബനിഹാൽ പാസ്സാണ്. ഓക്കെ, അപ്പോൾ ഈ നാച്ചുറലായിട്ട് മൗണ്ടൻസിനിടയിൽ കാണപ്പെടുന്ന ഒരു ഗ്യാപ്പിനെയാണ് നമുക്ക് മൗണ്ടൻ പാസസ് എന്ന് പറയുന്നത്. അങ്ങനെ കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മൗണ്ടൻ പാസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, അത് ബനിഹാൽ പാസ് ആണ്. ഏതാണ് ഈ ഭാഗത്തായിട്ടാണ് ബനിഹാൽ പാസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ആരെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യും, അത് ആരെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യും, ജമ്മുവിനെ കാശ്മീരുമായി കണക്ട് ചെയ്യുന്ന മൗണ്ടൻ പാസ് ഏതാണ്, അത് ബനിഹാൽ പാസ് ആണ്. ഓക്കെ, ഏത് പാസ്സാണത്, അത് ബനിഹാൽ പാസ് ആണ്. അപ്പോൾ കാശ്മീർ ഹിമാലയാസ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, കാശ്മീർ ഹിമാലയാസ് പറഞ്ഞു 3.5 ലക്ഷം കിലോമീറ്റർ ഏരിയയും 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയും വരുന്നു. പ്രധാനപ്പെട്ട കാരക്കോറം, ലഡാക്ക്, സാസ്കർ, പെർപഞ്ചൽ റേഞ്ചസ് വരുന്നു. അവിടെയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ കാണപ്പെടുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞതാണ് നമ്മുടെ ഗ്ലേഷ്യറുകളെ പറ്റിയിട്ട്. പിന്നെ എന്ത് പറഞ്ഞു, മൗണ്ടൻ പാസുകളെ പറ്റി പറഞ്ഞു. മൗണ്ടൻ പാസ് എന്ന് വെച്ചാൽ ആൾക്കാരും പാസഞ്ചേഴ്സും ഫ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സും ഒക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മൗണ്ടൻസിൽ കാണുന്ന വഴികളെയാണ് നമ്മൾ മൗണ്ടൻ പാസ് എന്ന് പറയുന്നത്. അങ്ങനെ കാശ്മീർ ഹിമാലയാസിൽ നോക്കിക്കഴിഞ്ഞാൽ പെർപഞ്ചൽ റേഞ്ചസിനകത്തുള്ള ബനിഹാൽ പാസ് അതിനൊരു ഉദാഹരണമാണ്. ഈ ബനിഹാൽ പാസ് ജമ്മുവിനെ കാശ്മീരുമായിട്ട് കണക്ട് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ഇവിടെ കാണുന്ന ലേക്സ് ആണ്. ലേക്സ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഫ്രഷ് വാട്ടർ ലേക്സ്. ഈ പറയുന്ന കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗത്ത് പ്രധാനമായിട്ടും ഒരുപാട് ലേക്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലേക്ക് ഉണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഡാൽ തടാകം അല്ലെങ്കിൽ ഡാൽ ലേക്ക്. നിങ്ങൾ കീർത്തി ചക്ര സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഖുദാസെ മന്നത്ത് ഹേമേരി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. അതായത് ഇതുപോലത്തെ വള്ളത്തിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ബോട്ടിൽ ഒരു കുട്ടിയൊക്കെ ഇരുന്ന് പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഫൈറ്റ് സീനിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. ഇതിനാണ് ഷിക്കാര ബോട്ടുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഷിക്കാര ബോട്ട് കാണുന്നത് എവിടെയാണ്, ഡാൽ തടാകത്തിലാണ്. ഈ ഡാൽ തടാകത്തിനടുത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നഗരമുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്, ശ്രീനഗർ. ഓക്കെ, അപ്പോൾ ശ്രീനഗർ എവിടെയാണ്, അത് ഡാൽ തടാകത്തിൻ്റെ തീരത്തായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഡാൽ തടാകം വരുന്നത്. ഓക്കെ, ഡാൽ തടാകം അതിന് മുകളിലായിട്ട് വൂളാർ ലേക്കും ഈ കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഡാൽ തടാകം മാത്രം പറഞ്ഞതുകൊണ്ട് ഞാൻ അത് മാത്രം പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലേക്സും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കാശ്മീർ ഹിമാലയാസിൽ ഫേമസ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് മാർഗ്. മാർഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, മാർഗ് സിമ്പിളായിട്ട് പറഞ്ഞാൽ മെഡോസ്, പുൽമേടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാർഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മെഡോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുൽമേട്. കണ്ടോ, അപ്പോൾ വേനൽക്കാലത്ത് ഇതുപോലെ ഇങ്ങനെ പുല്ലുകളൊക്കെ കാണുന്ന ഒരു ഭാഗമായിരിക്കും ഈ മാർഗ് എന്ന് പറയുന്നത്. മഞ്ഞുകാലത്ത് ഇതുപോലെ മഞ്ഞ് മൂടി കിടക്കും. ഓക്കെ, പ്രധാനമായിട്ടും ഈ ഭാഗത്ത് കാണുന്ന മാർഗുകളിൽ ഒന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാക്കും ഗുൽമാർഗ്, മറ്റൊന്ന് സോൻമാർഗ്. അപ്പോൾ കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മെഡോസ് അല്ലെങ്കിൽ മാർഗ് അല്ലെങ്കിൽ പുൽമേടുകളാണ് ഏതൊക്കെ, സോൻമാർഗും ഗുൽമാർഗും. ഇത് ടൂറിസ്റ്റ് അട്രാക്ഷൻ, ഈ പറഞ്ഞ ഡാൽ ലേക്ക്, ശ്രീനഗർ, വുളാർ ലേക്ക്, ഗുൽമാർഗ് ഒക്കെ എന്താണ് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ് ഈ പറയുന്ന ഭാഗത്ത്. അപ്പോൾ മാർഗുകൾ എന്താണ്, മെഡോസ് ഫോംഡ് അലോങ് ദ മൗണ്ടൻ സ്ലോപ്സ് ആർ കോൾഡ് മാർഗ്. മാർഗിന് എക്സാമ്പിളാണ് സോൻമാർഗ്, ഗുൽമാർഗ്. എവിടെയാണത്, അത് കാശ്മീർ ഹിമാലയാസിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളിന്ന് ഒരുപാട് പോയിന്റുകൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിപ്പോകും. നമ്മൾ എന്താ പറഞ്ഞത്, ഇന്ന് റീജിയണൽ ഡിവിഷനെ പറ്റി പറഞ്ഞു. റീജിയണൽ ഡിവിഷൻ 3 ടൈപ്പ്, വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ അല്ലേ. വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുമ്പോൾ ഏത് തൊട്ട് ഏത് വരെ, ഇൻഡസ് തൊട്ട് കാളി വരെ. സെൻട്രൽ ആകുമ്പോൾ കാളി തൊട്ട് ടീസ്റ്റ് വരെ. ഈസ്റ്റേൺ ആകുമ്പോൾ ടീസ്റ്റ് തൊട്ട് ബ്രഹ്മപുത്ര വരെ. അതങ്ങ് പഠിച്ച് സെറ്റാക്കുക. അടുത്ത് ഈ പറയുന്ന ഡിവിഷൻസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം.
ഇനി വെസ്റ്റേൺ ഹിമാലയാസിനെ പറ്റി നമ്മൾ കൂടുതൽ നോക്കി. വെസ്റ്റേൺ ഹിമാലയാസ് പ്രധാനമായിട്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാശ്മീർ ഹിമാലയമുണ്ട്, ഹിമാചൽ ഹിമാലയമുണ്ട്, ഉത്തരാഖണ്ഡ് ഹിമാലയ എന്നിങ്ങനെ മൂന്നായിട്ടുണ്ട്. ഉണ്ട്. അത് നമ്മൾ ഇന്ന് പഠിച്ചു കാശ്മീർ ഹിമാലയാസ്. കാശ്മീർ ഹിമാലയത്തിൽ പ്രധാനപ്പെട്ട റേഞ്ചസ് കാരക്കോറം, ലഡാക്ക്, സാസ്കർ, പെർപഞ്ചൽ. അതിൽ മൗണ്ട് കയറ്റമുള്ളത് ഏതിലാണെന്ന് നമ്മൾ പഠിച്ചു. സിയാച്ചിൻ ബോൾട്ടോറോ ഗ്ലേഷ്യർ എവിടെയാണെന്ന് പഠിച്ചു അല്ലേ. അടുത്ത പ്രധാനപ്പെട്ട മൗണ്ടൻ പാസ്സായ ബെനിഹാൽ പാസ് എവിടെയെന്ന് പഠിച്ചു. ശ്രീനഗറിലുള്ള ഡാൽ ലേക്കും ഷിക്കാര ബോട്ടുകളെ പറ്റിയിട്ടും ഗുൽമാർഗും സോൻമാർഗിനെയും പറ്റി പഠിച്ചു. അപ്പോൾ അടുത്ത ക്ലാസ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹിമാചൽ ഹിമാലയാസ് അടുത്ത ക്ലാസ്സിലോട്ട് നമുക്ക് എടുക്കാം. അല്ലെ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ്സൊക്കെ കണ്ട് പഠിച്ച് സെറ്റായിട്ട് വേണം അടുത്ത ക്ലാസ് കാണാം. നോട്ട് വേണമെന്നുള്ളവർ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞാൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ നോട്ട് എന്ത് ചെയ്യാം അയച്ചു തരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.